ത്രോട്ടിൽ കൊടുത്ത വിമാനം ഫോഴ്സ് കൊണ്ട് മൂവ് ചെയ്യും. ആ സ്പീഡിൽ തന്നെ നമ്മൾ എലിവേറ്റർ അപ്പ് ചെയ്ത് കൊടുത്താൽ വിമാനം അപ്പ് ചെയ്യാണ്ട് ഫ്ലൈ ചെയ്യും. 14 വയസ്സിൽ 2 കുട്ടികളെ വിമാനം പുറത്തുനിന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ല? എന്നാ ഇനി മുതൽ വിശ്വസിച്ചാളി. എങ്ങനെ 2 ആൾക്കാർ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. മുഹമ്മദ് ഹാദിം, മുഹമ്മദ് ഷാദിൽ, 2 പേരുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് നിങ്ങള്? ഗൈഡൻസ് പബ്ലിക് സ്കൂൾ കൊടശ്ശേരി. കൊടശ്ശേരിയിൽ പഠിക്കുന്ന കുട്ടികളാണ് വിമാനം തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാലോ. മക്കളെ എന്താ പാട്? നിങ്ങള് വിമാനം പറത്ത സ്കൂളിൽ പഠിക്കാൻ വന്നാണോ വിമാനം പറത്താൻ വന്നാണോ? രണ്ടും വേണോ അല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയാണോ? നിങ്ങൾ അതെ. വിശേഷങ്ങൾ പറയും ഇതിന്റെ കംപ്ലീറ്റ്. എനിക്ക് അറിഞ്ഞൂടാ, നമ്മളെ പ്രേക്ഷകർക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ വേണം അത് പറയാൻ, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. ഇതിന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് തെർമോകോളായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇതിന്റെ മോട്ടർ എടുത്തത് 1000 BLDC മോട്ടർ, 1000 kV BLDC മോട്ടറാണ് കൊടുത്തത്. ഇതിന്റെ അകത്തന്നെ ഫിറ്റ് ചെയ്ത്, ഇതിന്റെ അകത്തായിട്ട് ഫിറ്റ് ചെയ്ത് ഞങ്ങള് ഇത് മോഡൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അല്ല, ഈ വിമാനമുള്ള കൺസെപ്റ്റ് എങ്ങനെയാ വന്നത്? കൺസെപ്റ്റ് സ്കൂളില് എല്ലാ ഇയറും സയൻസ് ഫെയർ നടത്താറുണ്ട്. 4 ഗ്രൂപ്പ്സ് ആയിട്ടാണ് നടത്താറ്. 1 year ബിഫോർ ഹാദിയുടെ ഗ്രൂപ്പ് റോബോട്ട് ഉണ്ടാക്കി. റോബോട്ട് ഉണ്ടാക്കിനോ? റോബോട്ട് ഉണ്ടാക്കി. എങ്ങനെ റോബോട്ട്? ഇതിനു മുമ്പ് ഒബ്സ്റ്റാക്കിൾ അവോയ്ഡിങ് റോബോട്ട്. റോബോട്ട് എന്ന് പറയുമ്പോൾ റോബോട്ട് എന്തെല്ലാം ചെയ്യുന്നത്? അത് ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന റോബോട്ടിന് മുന്നിൽ ഒബ്സ്റ്റാക്കിൾ ആയിട്ട് വലിയ തടസ്സം എന്തെങ്കിലും വന്നിനാ തരണം ചെയ്ത് അങ്ങനെ. ലാസ്റ്റ് ഇയർ സയൻസ് ഫെയറിന് ഹാദി പ്ലെയിൻ ഉണ്ടാക്കി, അത് ഫെയിൽ ആയി പോയി. സയൻസ് ഫെയർ കഴിഞ്ഞപ്പോ ഹാദി എന്നോട് ചോദിച്ചു നമുക്കൊരു പ്ലെയിൻ ഉണ്ടാക്കി പറത്തിയാലോ. ഞങ്ങൾ സ്കൂളായിട്ട് ബന്ധപ്പെട്ടപ്പോ സ്കൂള് ഫണ്ട് എടുക്കാം, അതിന് പ്രൊജക്റ്റ് ആയിട്ട് എടുക്കാൻ അത് സപ്പോർട്ടായി നിന്നു. ഞങ്ങൾ ഇതിന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് പോയി ഞങ്ങൾ ഫഹദ് സാറിന്റെ മുകളൊക്കെ വാങ്ങി ഒരു പ്ലെയിൻ ഉണ്ടാക്കി. ഫസ്റ്റ് ട്രൈ ഞങ്ങൾ ചെമ്മാടുന്ന ചെയ്തത്. അവിടെ ചെന്നപ്പോ അത് ഫെയിൽ ആയി പോയി. ഫസ്റ്റ് വിമാനം ഫെയിലർ ആയി ഫസ്റ്റ്. എന്നിട്ട് എന്ത് സംഭവിച്ചത്? അത് എലിവേറ്റർ സൈസ് ഇല്ല, പിന്നെ സെർവോ മോട്ടറിന്റെ മെക്കാനിസം എന്തൊക്കെ തകരാറുണ്ടായിരുന്നു. എന്റെ മോനെ ഞാൻ പറഞ്ഞിട്ടാ, എനിക്ക് വിമാനത്തിന് ഇതിനുള്ളിൽ ഉള്ള സംഭവങ്ങൾ ഇത് എങ്ങനെയാ പ്രവർത്തിക്കൽ കാര്യമെന്ന് എനിക്കറിഞ്ഞിട്ടാ. ഇതിന്റെ പ്രവർത്തനം പറഞ്ഞായിരുന്നു. ഈ മോട്ടർ കറങ്ങും, ഓപ്പോസിറ്റ് വിങ്സ് ഒക്കെ കറങ്ങും. അപ്പൊ ഇതിന്റെ ഫോഴ്സ് കൊണ്ട് ഇത് മുന്നിൽ പോകുമ്പോൾ ടയർ കറങ്ങും. ടയർ മോട്ടറിലല്ല കറങ്ങണത്. ടയർ അവിടെ ഫിക്സ്ഡ് ആണ്, റോൾ ചെയ്യണ മാതിരി ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കും. അപ്പൊ ഇതിന്റെ ഫോഴ്സ് കൊണ്ട് ടയർ മൂവ് ചെയ്യും. ടയറും എലിവേറ്ററും എലിറോൺസ് ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ചാൽ 9G സെർവോ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നേരെ റിസീവറുമ കണക്ട് ചെയ്താ നമ്മളെ ട്രാൻസ്മിറ്ററുമൊക്കെ കണക്ഷൻ കിട്ടും. ഇതിപ്പോ പറത്തി കാണിക്കാൻ പറ്റുമോ? പറത്തി കാണിക്കാൻ തെങ്ങാണ്. അതെ. മരങ്ങളിൽ കൊണ്ട് നമുക്ക് പറത്താൻ കഴിയില്ല. സ്കൂളിൽ വെച്ച് പറത്തിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് ചെമ്മാട് വെച്ചാണ്. കണ്ടാല് കുഞ്ഞാണ്, പക്ഷെ സ്പേസ് വേണോ അല്ലെ? സ്പേസ്. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ് നിങ്ങളെ? അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഈ ചേരലും സ്പേസ് ഒന്നും പ്രശ്നമില്ലാതെ ഒരു നല്ലൊരു വിമാനം നമ്മുടെ സ്കൂളിൽ തന്നെ പറപ്പിച്ചണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മള് ഇങ്ങനെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പല കുട്ടികള് അതാക്കി ഇതാക്കി എന്നൊക്കെ നേരിട്ട് കാണുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതാണല്ലേ റിമോട്ട്? ഓക്കെ. ഫ്ലൈസ്കൈഡ് FS16 എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ. അപ്പൊ വിമാനങ്ങൾ ഉണ്ടാക്കി, റിമോട്ടും ഇതിന് നിങ്ങള് ഇതെങ്ങനെ സെറ്റ് ആക്കുന്നത്? ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിന്റെ ഒപ്പം ഒരു റിസീവർ എന്ന ഇത് വരും. ഉള്ളത്തെ മോട്ടറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ഇതിമ കിട്ടാൻ വേണ്ടിയില്ല. അപ്പൊ ഇതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടാണോ? ഏകദേശം ഓൺലൈനിന്നാണ്. തെർമോക്കോള് അതുപോലെ ഈ സെർവോ മോട്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതേപോലെ ഇതും ഈ മോട്ടർ പ്രൊപ്പലറൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇതിന്റെ അകത്താണ് നമ്മള് ബാറ്ററി വരുന്നത്. 2200 mAh ബാറ്ററി. അവിടെ സൗണ്ട് വരുന്നല്ലേ? സൗണ്ട്. അലീഫ് കറങ്ങുന്നുണ്ട്. കണക്ട് ചെയ്ത ഇത് ഓൺ ആക്കിയാല് കറങ്ങൽ നിൽക്കും. പിന്നെ നമ്മള് കടലിനനുസരിച്ച് സൗണ്ട് നിൽക്കും. ഇതിന്റെ റൊട്ടേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നു. ഇത് ഒരു ഒറിജിനൽ പ്ലെയിന്റെ മെക്കാനിക്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. അല്ലേ? അത് ഫുള്ള് ത്രോട്ടിൽ കൊടുത്ത ഇതിലേറെ സ്പീഡ് ഉണ്ടാവും. നമ്മൾ ത്രോട്ടിൽ കൊടുത്ത വിമാനം ഫോഴ്സ് കൊണ്ട് മൂവ് ചെയ്യും. ആ സ്പീഡിൽ തന്നെ നമ്മൾ എലിവേറ്റർ അപ്പ് ചെയ്ത് കൊടുത്താല് വിമാനം അപ്പ് ചെയ്യാണ്ട് ഫ്ലൈ ചെയ്യും. അതിന്റെ സ്റ്റിയറിംഗ് ആയി വരുന്നത് ഈ റഡർ തിരിക്കുന്നതിനനുസരിച്ച് വിമാനം പ്ലെയിനായി കടന്ന് തിരിക്കുന്നത്. ഒറിജിനൽ പ്ലെയിനും ഏകദേശം മെക്കാനിസം തന്നെയാണ് വരുന്നത്. സാധാരണ ഒരു വിമാനത്തിനും ലിവർ ഡൗൺ ചെയ്താലാണ് എലിവേറ്റർ അപ്പ് ആവുക. ആ ഒരു മെക്കാനിസം തന്നെയാണ് നമ്മൾ ഈ പ്ലെയിന് കൊടുത്തിട്ടുള്ളത്.
ഫസ്റ്റ് ഞാനാണ് ഈ പ്ലാൻ കൊണ്ടുവന്നത് ഇങ്ങനെ ഉണ്ടാക്കണം എന്നില്ലേ. പിന്നെ നമ്മളെ ഉമ്മ അപ്പാന്റെ സപ്പോർട്ട് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ വെച്ചാണ്. ഫസ്റ്റത്തെ ഒരു മാസം ഈ പ്ലെയിൻ എന്റെ വീട്ടിൽ വെച്ചാണ്. ബോഡി ഫുൾ ആയിട്ട് ചെയ്തത് എന്റെ വീട്ടിൽ വെച്ചാണ് ചെയ്തത്. പിന്നെ അത് ഫസ്റ്റ് ക്രാഷ് ആയതിനു ശേഷമാണ് ഇവിടേക്ക് മാറ്റിയത്. അക്കാഡമിക് കോർഡിനേറ്റർ അംബിക മാം ആയാലും ക്ലാസ് ടീച്ചേഴ്സ് ശ്രുതി മാം, സബിത മാം, പിന്നെ പ്രത്യേകിച്ച് ഇർഷദൊക്കെ ആയാലും ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളും അതിനൊക്കെ ക്യാഷ് അയച്ചു തരിക, ഫുള്ള് സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്ലെയിൻ ഉണ്ടാക്കി പറത്താൻ കഴിയില്ലായിരുന്നു. എത്ര കാലം എടുത്തു ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ എത്തിക്കാൻ വേണ്ടിട്ട്? ഏകദേശം 3 മാസത്തോളം എടുത്തു. നമ്മളെ കുഞ്ഞു മക്കളും മുഹമ്മദ് ഹാദി, മുഹമ്മദ് ഷാദിലും അവരോട് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അത്രയ്ക്കും സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആകാശത്തിൽ കൂടി ഇങ്ങനെ പോണ ഫ്ലൈറ്റ് അല്ലേ? ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? ഇല്ല. ഫ്ലൈറ്റ് കയറിയിട്ടില്ല, പക്ഷെ ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ട് അല്ലേ? ഫ്ലൈറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് പറപ്പിക്കുകയാണ്. ആരെ കൊണ്ട് പറ്റുമെന്നൊക്കെ ഫ്ലൈറ്റ് കണ്ടുപിടിച്ച ആൾക്കാരെ അറിയില്ലേ? റൈറ്റ് ബ്രദേഴ്സ്. അതെ, അതുപോലത്തെ മറ്റ് 2 ചിന്ന ബ്രദേഴ്സ് ആണ് കേട്ടോ. ഈ 9ാം ക്ലാസ്സിലും ഈ 8ാം ക്ലാസ്സിലും അല്ലേ? അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കല്? അതിന്റെ സമയം എപ്പോഴും ഞങ്ങൾ കണ്ടെത്തുന്നത്? ഞങ്ങൾ മോർണിംഗ് ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും സ്കൂളിൽ എത്തും. സ്കൂളിൽ ഫസ്റ്റ് ബെല്ല് അടിക്കുന്ന ടൈം വരെ ഇതിന്റെ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്കൂൾ വിട്ട് കഴിഞ്ഞാലും ചിലപ്പോ 8 മണിയാവും രാത്രി പോകണമെന്നുണ്ടെങ്കിൽ അതുവരെ ഇതും കൊണ്ടിട്ട് ഇതിന് വർക്ക് വേണ്ടിയിരിക്കും. നോർമലി 2 പേരും സെക്കൻഡ് ട്രിപ്പാണ്. അപ്പൊ ആ ടൈം ഞങ്ങൾ യൂസ് ചെയ്യും. പിന്നെ ഇതിന്റെ ഇടയിൽ സെക്കൻഡ് ട്രിപ്പ് തിരിച്ചു പോകാൻ വേണ്ടിട്ടല്ലേ? ശരിയാ. പിന്നെ ക്രിസ്മസ് വെക്കേഷൻ വന്നില്ലേ, അന്ന് ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചു. ക്രിസ്മസ് വെക്കേഷൻ. അപ്പൊ നിങ്ങൾ വേറെ സെലിബ്രേഷൻ ഒന്നും നടത്തിയില്ല? ഇല്ല. ആഹാ, നിങ്ങളെ ഇത് സെലിബ്രേഷൻ ഇതായിരുന്നു അല്ലേ? ഇത് സക്സസ് ആവുക എന്നുള്ള അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ നല്ലൊരു സന്തോഷമുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പുതിയ കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ വിശേഷങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോവാ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്കൊരു പ്ലാനും കൂടി ഉണ്ടല്ലേ? ഈ ഒരു ചെറിയൊരു സ്പേസിൽ പറത്താൻ പറ്റുന്ന ഒരു പുതിയ പ്ലെയിൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും സാധിക്കും. ഇത്രയും പറ്റിയാൽ നിങ്ങൾക്ക് അത് സാധിക്കാതിരിക്കുമോ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ പ്രേക്ഷകരോട്? ഇല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതെ, സപ്പോർട്ട് ചെയ്യാം. അതാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. കുഞ്ഞു മക്കളാണ്, വളർന്നു വരുന്ന തലമുറയാണ്, എപ്പോഴും ഭാവി തലമുറയാണ് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പം ഇവർ ശാസ്ത്രത്തിന് ഭയങ്കര നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ വളർന്നു വരുന്ന മക്കളാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ മക്കളെ ഓൾ ദി ബെസ്റ്റ്, മുന്നോട്ട് പോവുക. ഓക്കെ, ഇവരെ മാത്രമല്ല ഏറെ അഭിനന്ദിക്കേണ്ടത് ഇവരുടെ മാതാപിതാക്കൾ, അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം. അവരോടൊക്കെ ഭയങ്കര താങ്ക്സ് പറയാണ്. കാരണം എനിക്കിപ്പം നിങ്ങളുടെ പാരൻസിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സ്കൂളിലേക്ക് വന്നപ്പം പാരൻസ് ഇവിടെ ഇല്ലല്ലോ. അപ്പം പക്ഷെ നിങ്ങളോട് ഞാൻ താങ്ക്സ് പറയണം. മക്കളെ ഇങ്ങനെ വളർത്തിയെടുത്തതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് പല രീതിയിലും മക്കൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ മക്കൾ ഫ്ലൈറ്റ് ഇത് കണ്ടില്ലേ, ഫ്ലൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പറപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞത് സല്യൂട്ട് മക്കളെ, സല്യൂട്ട്. ഇവിടെ എൻ്റെ സല്യൂട്ട് കാണാനില്ല, സല്യൂട്ട്. ഈ വിമാനം ഉണ്ടാക്കുന്ന കൂടെ തന്നെ ഇത് ഫ്ലൈ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കിയതാണ്. ഓഹോ, ഇതും തെർമോകോൾ തന്നെ മെറ്റീരിയൽ? ഇതിന് സെയിം മോട്ടറും സെയിം ബ്ലേഡും തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. വീൽസ് തന്നെ. ഓക്കെ, ഈ തെർമോകോൾ മെറ്റീരിയൽ അല്ലാതെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഇത് നിർമ്മിക്കാൻ പറ്റുമോ? സൺ പാക്ക് ഷീറ്റ് ഉണ്ട്, അതുകൊണ്ട് ചെയ്യാം. പിന്നെ നമുക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഒരു സാധനമാണ് IP ഷീറ്റ് എന്ന് പറയും. അത് ഇന്ത്യയിൽ അവൈലബിൾ ആണ് സാധനം. അത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തണം, അതുകൊണ്ടാകാം. ഇതിലിപ്പോ ഏകദേശം എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും? 30,000. മറ്റേതോ 30,000. 30,000 രൂപ. ഫസ്റ്റ് ടൈം ഈ ഫ്ലൈറ്റ് നിങ്ങൾ പറന്ന സമയത്ത് പറത്തിയിട്ട് പറക്കാതെ പിന്നീട് പറന്നല്ലോ, ആ ഒരു സമയത്ത് എന്താ തോന്നിയത്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇപ്പോ ഇതുപോലത്തെ RC പ്ലെയിന് പറക്കുന്നത് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ പ്ലെയിനായപ്പോ അതിലേറെ സന്തോഷമായിരുന്നു. കുട്ടികളൊക്കെ എന്താ പറയുന്നത്? ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഹാപ്പിയാണ്. ടയറ് നമ്മളെ നാട്ടിൽ കിട്ടൂല, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് മെയിലാക്കി വന്നതാണ്. അതെ, നിങ്ങള് ഓർഡർ ആക്കിട്ട് വന്നതാ? ഓർഡർ ആക്കിട്ട് വന്ന. ഓ, എങ്ങനെ ഫ്രണ്ടിൽ രണ്ടും? ഇങ്ങോട്ട് വെച്ച് തന്നെ നമുക്ക് പലത് കൺട്രോൾ ചെയ്യാം. ഡ്രോൺ ആണെങ്കിലും ഫ്ലൈറ്റ്, RC കാർ ആണെങ്കിലും RC ഹെലികോപ്റ്റർ ആണെങ്കിലും ഒക്കെ ഈ ട്രാൻസ്മിറ്റർ വെച്ച് അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഇനി ഡ്രോൺ അല്ലേ? ഓക്കെ, സക്സസ് ആവട്ടെ.